നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രകോപനം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. ഇറാൻ പാർലമെൻറ്റ് ഒരു പുതിയ ബില്ല് പാസാക്കിയിരിക്കുന്നു. ആ ബില്ലനുസരിച്ച് ഹോർമൂസ് ഇനി ഇറാൻ്റെ ടെറിട്ടറിയായി മാറും. അന്താരാഷ്ട്ര കപ്പൽ പാത എന്ന ഒരു സ്റ്റാറ്റസ് ഹോർമൂസിന് നഷ്ടപ്പെടും. ഇറാൻ്റെ അവിഭാജ്യ ഘടകമായി ഹോർമൂസ് കടലിലേക്ക് മാറുമ്പോൾ അതുവഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക്, ചരക്ക് കപ്പലുകൾക്ക് ഇറാന് നികുതി കൊടുക്കേണ്ടി വരും. അങ്ങനെ ചരക്ക് കപ്പലുകളിൽ നിന്നും നികുതി ഈടാക്കാനുള്ള നിയമപരമായ സാധുത തേടുന്ന ബില്ലാണ് ഇന്ന് ഇറാൻ പാർലമെൻറ്റ് പാസാക്കിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു രാജ്യത്തിന് അധീശത്വം സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്നാണ് അമേരിക്കയുടെ നിലപാട്. നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹോർമൂസ് കടലിടുക്ക്. രണ്ട് തർക്കങ്ങളിലാണ് ഇപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ ഉടക്കി നിൽക്കുന്നത്. ഇതിലൊന്ന് ആണവായുധവുമായി ബന്ധപ്പെട്ടതാണ്. ഇറാന് ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കാൻ അനുമതി നൽകില്ലെന്നും അതുകൊണ്ട് തന്നെ സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം തങ്ങൾക്ക് കൈമാറണമെന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന് കൈമാറണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടു വരികയാണ്. എന്നാൽ ഇറാൻ ആകട്ടെ ഒരു കാരണവശാലും അതിന് തയ്യാറല്ല. ഇറാൻ്റെ പരമാധികാരത്തിൻ്റെ അടയാളമാണ് ആ യുറേനിയം എന്നാണ് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇറാൻ നടത്തിയ കഠിനാധ്വാനത്തിൻ്റെ ഫലം. അതുകൊണ്ട് അത് തൊട്ടുള്ള ഒരു കളി വേണ്ട, അതാർക്കും കൈമാറുന്ന പ്രശ്നമില്ല എന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. ഇറാൻ്റെ കയ്യിലുള്ള ഈ യുറേനിയം അത് അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇറാൻ പ്രതികാരം ചെയ്യുമോ എന്നാണ് അമേരിക്കയുടെ ഭയം. ആണവായുധം നിർമ്മിക്കാനുള്ള പ്രയത്നങ്ങൾ ഫലം കണ്ടാൽ ഇറാൻ ഉടനെ ഇസ്രായേലിനെതിരെയോ അമേരിക്കയ്ക്കെതിരെയോ ആണവായുധം പ്രയോഗിക്കാനുള്ള സാധ്യതയാണ് അമേരിക്കയും ഇസ്രായേലും നേരിൽ കാണുന്നത്. പ്രത്യേകിച്ചും ഈ സംഘർഷത്തിന് ശേഷം കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചത്. ആ ആക്രമണത്തിൻ്റെ ആദ്യ ദിവസത്തിൽ തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമീനി കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്ത് നടക്കുകയാണ് ഇറാൻ സൈന്യം. അതുകൊണ്ട് തന്നെ അയത്തുള്ള ഖമീനിയുടെ ഖബറടക്ക ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കുമെന്ന പ്ലക്കാർഡുമായി അണിനിരന്നത് ലക്ഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഭയമേറുകയാണ്. ഇറാന് ഒരു കാരണവശാലും ആണവായുധം അനുവദിക്കാൻ അല്ലെങ്കിൽ ആണവായുധം നിർമ്മിക്കാനുള്ള അനുമതി നൽകാനാകില്ല. 60% സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയമാണ് ഇറാൻ്റെ കൈവശമുള്ളത്. അത് 90% സമ്പുഷ്ടീകരിക്കാൻ കഴിഞ്ഞാൽ ഇറാന് ആണവായുധങ്ങൾ നിർമ്മിക്കാം. അതുവരെ പോകാതിരിക്കാനും അതിനു മുമ്പ് യുറേനിയവും അതുപോലെ തന്നെ ആണവായുധം വികസിപ്പിക്കാനുള്ള സംവിധാനങ്ങളുമെല്ലാം നശിപ്പിക്കാനാണ് അമേരിക്കയുടെ ശ്രമം. കഴിഞ്ഞ കുറേ ദിവസമായി അമേരിക്ക ഇറാനിൽ നടത്തിയ സൈനിക നടപടിയുടെ ലക്ഷ്യവും അതുതന്നെയായിരുന്നു. എന്നാൽ സൈനിക നടപടി ലക്ഷ്യം കണ്ടോ എന്ന ചോദ്യത്തിന് അമേരിക്കയ്ക്ക് ഇപ്പോഴും ഉത്തരമില്ല. ആണവ റിയാക്ടറുകളെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ പറയുന്നത്. മാത്രമല്ല, ഇറാൻ്റെ കൈവശം വൻ മിസൈൽ ശേഖരമുണ്ട്. നിരവധി മിസൈലുകൾ കൊണ്ട് ആക്രമണങ്ങൾ നടത്തിയിട്ടും വീണ്ടും ഇറാൻ മിസൈലുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ആ വേഗത ഇസ്രായേലിനെയും അമേരിക്കയെയും ഒരുപോലെ അമ്പരപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടെ ടെറിട്ടറിയാണ് എന്ന് പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. പ്രഖ്യാപനങ്ങളൊക്കെ നല്ലതു തന്നെ, പക്ഷേ അതുവഴി കപ്പലുകൾ കടന്നു പോകണമെങ്കിൽ ഇറാൻ്റെ അനുമതി വേണമെന്നാണ് ഇറാൻ തിരിച്ചടിച്ചത്. തൊട്ടു പിന്നാലെയാണ് ഇറാൻ പാർലമെൻറ്റിൽ ഇപ്പോൾ അതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നികുതി ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിയമം പാസാക്കിയിരിക്കുന്നത്. ഇത്തരമൊരു നിയമം പാസാക്കിയതിനെതിരെ അമേരിക്കയുടെ പ്രതികാരം അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രതികരണം ലോകം പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ ഒരു നികുതി ഏർപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര എണ്ണവിലയിൽ വർധനവുണ്ടാക്കുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. കാരണം നിലവിൽ $85 പെർ ബാരൽ എന്ന നിരക്കിലാണ് അന്താരാഷ്ട്ര എണ്ണവില ഓടുന്നത്. അത് 100 ബാരലിന് മുകളിലേക്ക് എത്താതെ പോകാൻ യുദ്ധ സാഹചര്യങ്ങളിലും പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. അമേരിക്ക പ്രത്യേകിച്ചും ഹോർമൂസ് കടലിടുക്കിൻ്റെ പ്രതിസന്ധിയിൽ കൂടുതൽ എണ്ണ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ അന്താരാഷ്ട്ര വിപണിയിൽ എത്തിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. UAEയും അതുപോലെ തന്നെ സൗദി അറേബ്യയുമെല്ലാം എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ പ്രതിസന്ധി അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല, ഇന്ത്യയെയും ചൈനയെയും പോലെയുള്ള വൻകിട ഓയിൽ ഇമ്പോർട്ടർമാർ എണ്ണ വാങ്ങുന്നത് പ്രധാനമായും ഇപ്പോൾ റഷ്യയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര എണ്ണ
താപനിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാതെ തുടരുന്നു. പക്ഷേ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നികുതി ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ആ വിലയിൽ മാറ്റം വരുമെന്ന് പലരും ആശങ്കപ്പെടുന്നു. അതേസമയം ഈ പറയുന്ന നികുതി ഒരു കാരണവശാലും ആശങ്ക വേണ്ടെന്ന് വാദിക്കുന്നവരുമുണ്ട്. കാരണം ഹോർമൂസ് കടലിടുക്കിൻ്റെ അവസ്ഥ ഇപ്പോൾ പരമദയനീയമാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇപ്പോൾ ഏറെക്കുറെ അസാധ്യമായിരിക്കുന്നു. ഒരു ഭാഗത്ത് ഇറാൻ കപ്പലുകളെ തടഞ്ഞിടുന്നു, മറുഭാഗത്ത് അമേരിക്കയും കപ്പലുകളെ തടഞ്ഞിടുന്നു. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ചരക്ക് കപ്പലുകൾക്ക് സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ആഗോള എണ്ണ നീക്കത്തിൻ്റെ 1/5 നടക്കുന്ന ഒരു കടലിടുക്കിലാണ് ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും 300-ലധികം ചരക്ക് കപ്പലുകൾ പ്രതിദിനം കടന്നുപോയിക്കൊണ്ടിരുന്ന ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കാൻ ഒരാളുമില്ല. 30ഓളം കപ്പലുകൾ മാത്രമാണ് ഇപ്പോൾ കടലിടുക്ക് കടന്നു പോകുന്നത്. ഇത് നൽകുന്നത് മറ്റൊരു സൂചനയാണ്. അതായത് വിവിധ രാജ്യങ്ങൾ ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കുന്നത് നിർത്തിയിരിക്കുന്നു എന്ന സൂചനയാണ് വരുന്നത്. അതായത് പലരും ഹോർമൂസ് കടലിടുക്കിനെ ബൈപ്പാസ് ചെയ്യാനുള്ള പല ചർച്ചകളും നടത്തുന്നു. ഇന്ത്യയും UAEയും തമ്മിൽ ഇക്കാര്യത്തിൽ ചർച്ച നടത്തുകയും UAEയുടെ എണ്ണ പൈപ്പ് ലൈനിലൂടെ ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നു. മറ്റ് ചില പ്രദേശങ്ങളിലൂടെയും മറ്റും ഈ ബൈപ്പാസ് ചെയ്തുകൊണ്ടുള്ള എണ്ണ വിൽപ്പന അത് തകൃതിയായി നടക്കുന്നുണ്ട്. ഒമാൻ തീരത്തുകൂടെ ഇറാൻ അറിയാതെയും കപ്പലുകൾ കടന്നു പോകുന്നുണ്ട്. എന്തായാലും ഹോർമൂസ് കടലിടുക്കിലെ ബ്ലോക്കേഡ് നിലവിൽ അന്താരാഷ്ട്ര വിപണിയെ ഏറെക്കുറെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. വിപണിയിൽ അന്താരാഷ്ട്ര വിലയേക്കാൾ ഇപ്പോഴത്തെ പ്രതിസന്ധി വെച്ച് നോക്കുമ്പോൾ അന്താരാഷ്ട്ര വില $100-120 കടക്കേണ്ടതാണ്. പക്ഷേ $85 താഴെ അത് പിടിച്ചു നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും ഹോർമൂസ് കടലിടുക്കിനെ ബൈപ്പാസ് ചെയ്യാൻ രാജ്യങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ വിൽക്കുന്ന രാജ്യമായാലും അത് വാങ്ങുന്ന രാജ്യമായാലും അവർക്ക് ഹോർമൂസ് കടലിടുക്കിനെ വിജയകരമായി ബൈപ്പാസ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇറാൻ നികുതി ഏർപ്പെടുത്തി അവിടെ ഇരുന്നാൽ ഇറാൻ അവിടെ ഇരിക്കുകയുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യം മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും അമേരിക്ക ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഒരു കാരണവശാലും ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് തടയിടാനും അതിൽ നിന്നും പണം പിരിക്കാനും അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് അമേരിക്ക. ഇനി അങ്ങനെ പണം പിരിക്കണമെങ്കിൽ അമേരിക്കയ്ക്കും പണം തരണം. കാരണം അതുവഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഇറാൻ്റെ ആക്രമണത്തിൽ നിന്നും സുരക്ഷ നൽകുന്നത് അമേരിക്കൻ നാവികസേനയാണ് എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഈ പ്രസ്താവന പിന്നീട് ഡൊണാൾഡ് ട്രംപ് തിരുത്തി. അങ്ങനെ അവിടെ നിന്നും കപ്പം പിരിക്കാൻ അമേരിക്ക ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അമേരിക്ക ആലോചിക്കുന്നില്ല എന്ന് തന്നെയാണ് പിന്നീട് ട്രംപിൻ്റെ തിരുത്തൽ വന്നത്. എന്തായാലും ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ വലിയ വെടിയൊച്ചയൊന്നുമില്ലാത്ത കടലിടുക്കായി മാറിയിരിക്കുന്നു. കപ്പലുകൾ ഇരമ്പി പാഞ്ഞുകൊണ്ടിരുന്ന കടലിടുക്ക് ഇപ്പോൾ ശൂന്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു വരുന്ന കപ്പലുകളിൽ തങ്ങളുടെ രാജ്യത്തു നിന്നുള്ള ആളുകളെ ജോലിക്ക് അയക്കരുത് എന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും കപ്പൽ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്ക് ഉപേക്ഷിച്ച് മറ്റു ബദൽ മാർഗങ്ങൾ തേടുകയാണ് ലോകം. ഈ സാഹചര്യത്തിലാണ് അവിടെ നികുതി പിരിക്കാനുള്ള നിയമനിർമ്മാണവുമായി ഇറാൻ പാർലമെന്റ് വരുന്നത്. അമേരിക്ക ഇതിനെ ശക്തമായി എതിർക്കുമെന്നും ഉറപ്പാണ്.